ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നത് ക്യാമ്പസിൽ സെയിൻറ്റ് ട്രീസസ് കോളേജിലെ ടെസ് ആയതുകൊണ്ട് ഈ ക്യാമ്പസിൽ നിന്ന് വന്നൊരു കുട്ടി ആയതുകൊണ്ട് ഇതിനെ പിടിച്ച് ആങ്കർ ചെയ്യാനായിട്ട് വിടുന്നു. അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ വന്നത്. ടി വിയിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, ആങ്കേഴ്സ് വാണ്ടഡ് എന്ന്. അങ്ങനെ ഇത് കണ്ടു. ഞാൻ സ്ക്രീൻ ടെസ്റ്റിന് പോയി. സ്ക്രീൻ ടെസ്റ്റിൽ കണ്ടപ്പോൾ അവർക്ക് തോന്നി കാണണം ഞാൻ കൊള്ളാമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കയറിയത്. അതുപോലെ തന്നെയാണ് രമ്യയും. ആങ്കേഴ്സ് വാണ്ടഡ് എന്നൊരു അഡ്വർടൈസ്മെൻറ്റ് വന്ന് രമ്യ അങ്ങനെയാണ് കയറിയത്. കലയുണ്ടെങ്കിൽ കലയെ ആൾക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടിയിരിക്കും. അത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അതിനൊരു അവസരം വേണം. അങ്ങനെ ടി വി ചാനലുകൾ അങ്ങനെ ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട്. ആ അവസരം കണ്ട് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലും ഒരാൾക്ക് ആങ്കർ ആകാം. ഒരാൾക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിലും ആങ്കർ ആകാം. അപ്പോൾ ടെസ്റ്റ് ചേച്ചി പറഞ്ഞ കലയുള്ള എല്ലാവർക്കും ആർക്ക് വന്നാലും ഈ ഫീൽഡിൽ കയറാണ്. പക്ഷേ ഈ സെൻറ്റ് തെരേസസിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ഈ കലയുള്ളൂ. ഈ സെൻറ്റ് തെരേസസിൽ പഠിക്കുന്നവർ മാത്രമാണല്ലോ ഈ ടി വി പ്രോഗ്രാമിലോട്ടും സിനിമാ ഫീൽഡിലോട്ടൊക്കെ കയറി വരുന്നത്. അഭിരാമി, ദിവ്യാമണി, രവി ചേച്ചി, ഹലോ ഒരു കാര്യം ചോദിച്ചത്, ഈ സെൻറ്റ് തെരേസസിൽ പഠിക്കുന്നവർക്ക് മാത്രം ഈ ഫീൽഡിലോട്ട് വരാൻ എവിടുന്ന് ഈ ബൂസ്റ്റപ്പ് കിട്ടുന്നതാണ് ഞാൻ പറയാം. ഒന്നാമത് ഞങ്ങളുടെ കോളേജിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ വളരെയേറെ കലയെ പരിപോഷിപ്പിക്കും. മാത്രമല്ല തൊലിക്കട്ടി കുറച്ച് കൂടുതലുള്ള കോളേജ് തന്നെയാണ് സെൻറ്റ് ട്രീസസ്, പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ പ്രൂവ് ചെയ്ത കാര്യം കൂടിയാണ്. സഹോദരൻ ആ പറഞ്ഞത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രോഗ്രാം അവതാരകരായി പഠിക്കുന്ന കോളേജ് ലോ അക്കാഡമി ആയിരുന്നു. അല്ല, വേറെ ജാടയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഒരേ സമയം അഞ്ച് അവതാരകർ 7 പേര് ഉണ്ടായിരുന്നു. അല്ല, പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. ടീന, പിന്നെ വേറെ ഒന്നും എനിക്ക് അവരുടെ പെൺകുട്ടികളുടെ പേര് ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ വേറെ കുറെ പേര് അവിടെ പഠിച്ചിരുന്നു. അപ്പൊ സെന്റ് തെരേസസിൽ മാത്രമുള്ളവർക്കല്ല. സാബു ചേട്ടൻ പറഞ്ഞു വീണ് കിട്ടിയ അവസരമാണ് അവതരിപ്പിക്കാൻ കിട്ടുന്നതെന്ന് പറയുന്നു. പക്ഷേ വീണ് കിട്ടുന്ന അവസരം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സാമ്പത്തികവും ബാക്കി എല്ലാ സാഹചര്യവും അനുവദിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ഫീൽഡിലേക്ക് ചേട്ടൻ പറഞ്ഞു. സാമ്പത്തികം അല്ല, അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു സാമ്പത്തികം ഇതിനൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് പറയാം, ഒരുപാട് സാമ്പത്തികം ഉള്ളതും പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളതുമായ വ്യക്തികളുടെ മക്കൾക്കും ഞാനൊരു കാര്യം പറയാം. ഈ ടി വി അവതാരകർ എല്ലാം കോടീശ്വരന്റെ പുത്രിയോ പുത്രനോ അല്ല. അങ്ങനെ അല്ലെങ്കിൽ തന്നെയും മീൻസ് താഴേക്കിടയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവതാരകനായി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. കടമ്പകൾ കടക്കണം, അതിലാണ് വിജയം ഇരിക്കുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യം ഭയങ്കരമായി പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഭയങ്കര പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ടി വിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം കിട്ടാറുള്ളൂ എന്നുള്ളത് അത് ഭയങ്കര തെറ്റാണ്. കാരണം ഞാൻ വളരെ സാധാരണക്കാരനായ, വളരെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അല്ല, ഈ പറയുന്ന പോലെ ഇതെല്ലാം കടം വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ടി വി വരുമ്പോൾ ഒരു ജാടയ്ക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നതാണ്. അല്ലാതെ ഈ അവതരിപ്പ് ബാക്കി കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നും അല്ല എന്നെ സൂര്യ ടി വിയിൽ എടുത്തതും പ്രോഗ്രാം അവതരിപ്പിക്കാൻ വിളിച്ചതൊന്നും. മാത്രമല്ല, ഒരു മിനിറ്റ് ഗോവിന്ദൻകുട്ടി, ഒരു കാര്യം പറയാം. ഇത് ശരിക്കും എൻ്റെ സീരിയസ് ആയിട്ടൊരു മറുപടി ആണെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 1 കഴിവ്, 2 ഓപ്പർച്യൂണിറ്റി, 3 ഭാഗ്യം. ഇത് 3 കൂടെ ചേർന്നാലേ കാര്യം നടക്കുള്ളൂ.